ആരോപണം ഉയർന്നു വന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ആരോപണം മാധ്യമങ്ങൾക്ക് വന്ന സമയത്താണ് ഞങ്ങൾക്കാർക്കും ആ ഘട്ടത്തിൽ ഞങ്ങൾക്കാർക്കും ഇത്തരം ഒരു പരാതികളോ കാര്യങ്ങളില്ല. പക്ഷെ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടി അതിൽ സസ്പെൻഡ് ചെയ്തു. രണ്ടാമത് അന്ന് ഞങ്ങൾ പലരും നിങ്ങൾ തന്നെ പലപ്പോഴും ചോദിച്ചപ്പോൾ പല നേതാക്കന്മാരും പറഞ്ഞു പരാതികളൊന്നും വരുന്നിട്ടില്ലല്ലോ, അപ്പോഴൊരു ഘട്ടത്തിലല്ലേ ചെയ്തതെന്ന് പറഞ്ഞു. രണ്ടാമത് പരാതി വന്നപ്പോൾ ഡിസ്മിസ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ മൂന്നാമതൊരു പരാതി വന്ന കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. മൂന്നാമതൊരു പരാതി വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിക്കകത്തില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ മാറണമെന്ന് പറയാറുള്ളതിന്റെ കാരണം ആ കേസുകൾ സ്വാധീനിക്കപ്പെടാൻ പാടില്ല. അവരുടെ പരാതി പറയുന്ന ആളുകൾക്ക് ഒരു ഈക്വലൻസ്, അവിടെ ഒരു പരാതിക്കാരനും ഇപ്പുറത്ത് ആക്ഷേപിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് തുല്യ പരിഗണന ഉണ്ടാകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന ഘട്ടത്തിലും ഇപ്പോൾ MLA ആയിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു MLA അല്ല. ഞങ്ങൾ നേരത്തെ ഭരണപക്ഷത്തിന്റെ ഭാഗമായിരുന്നുള്ള ആളല്ല. പാർട്ടിയുടെ ഒരു പ്രിവിലേജാണ് ഉണ്ടായിരുന്നതെങ്കിൽ പാർട്ടിയുടെ ആ പ്രിവിലേജ് ഒന്നും അദ്ദേഹത്തിന് ഇല്ല. പാർട്ടി കൊടുത്ത ടിക്കറ്റാണ്, പാർട്ടി തന്നെയാണ് മത്സരിപ്പിച്ചതും ജയിപ്പിച്ചതും. അന്ന് ഈ പരാതികൾ ഞങ്ങൾക്ക് മുമ്പാകില്ല. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആർക്കും അറിയുകയില്ല. അന്ന് മത്സരം നടക്കുന്നു, മത്സരത്തിൽ അദ്ദേഹം ജയിച്ച MLA ആകുന്നു. അന്ന് പാർട്ടിയാണ് മത്സരിപ്പിച്ചത്. ആ പാർട്ടി തന്നെയാണ് ഈ ആക്ഷേപം ഉയർന്നു വന്ന ഘട്ടത്തിൽ മാറ്റിയത്.